വിശ്വാസ സത്യങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ മറിയത്തിന്റെ അമലോത്ഭവം. ഉത്ഭവത്തിന്റെ കെട്ടുപാടുകളില്ലാതെ മറിയം ജനിച്ചു എന്ന ലോകത്തോട് പ്രഖ്യാപനം ചെയ്യുവാൻ നമ്മെ പ്രത്യേകമായി ക്ഷണിക്കുന്ന തിരുനാൾ ആഘോഷമാണ് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം. പരിശുദ്ധനായും പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശങ്ങൾ പരിശോധിക്കുമ്പോൾ മറിയം വിളിക്കപ്പെടുവാൻ ആഗ്രഹിച്ച ഒരു പേര് അത് അമലോത്ഭവമാണ്. പല വിശുദ്ധരും അവൾ പ്രത്യക്ഷപ്പെട്ട് പരിചയപ്പെടുത്തിയത് ഞാൻ അമലോത്ഭവമാണ് എന്നാണ്. മറിയം വിളിക്കപ്പെടുവാൻ ആഗ്രഹിച്ച അമലോത്ഭവത്തെ പറ്റി വിശ്വാസികളായ നമ്മൾ ധ്യാനിക്കുമ്പോൾ കർത്താവ് മറിയത്തോട് കാണിച്ച പ്രത്യേകമായ സ്നേഹം പറയുന്ന ഒരു ആഘോഷമാണ്. മറിയത്തിൻ്റേത് വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പാണ് എന്ന് സുവിശേഷ ഭാഗങ്ങളിൽ നാം ധ്യാനിക്കുന്നത്. രക്ഷകന്റെ അമ്മയാകുവാൻ, ദൈവപുത്രന്റെ അമ്മയാകുവാൻ പ്രത്യേകമായി കർത്താവ് മറിയത്തെ മാറ്റി നിർത്തി തെരഞ്ഞെടുത്തതെന്ന് സുവിശേഷ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. ഈ പ്രത്യേകമായ തെരഞ്ഞെടുപ്പിന് ഇതാ കർത്താവിന്റെ ദാസി എന്ന വലിയ പ്രത്യുത്തരമാണ് പറയുന്നത്. ദൈവദൂതൻ സന്ദേശവുമായി കടന്നുവരുമ്പോൾ ആശങ്കകൾ മധ്യേയും കർത്താവിന്റെ വചനത്തിന് ഇതാ കർത്താവിന്റെ ദാസി എന്ന ഉത്തരം നൽകുവാൻ മറിയത്തിന് സാധിച്ചു. ഈ ഉത്തരമാണ് നസറത്തിലെ കന്യകയിൽ നിന്ന് രക്ഷകന്റെ അമ്മയായി തീരുവാനുള്ള അവസരം പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയത്. മകളാതെ പറ്റിയുള്ള ചിന്തകളൊക്കെ സഭ നമ്മെ പഠിപ്പിക്കുമ്പോൾ മറിയത്തിന്റെ ആത്മസമർപ്പണം എന്നാണ് തിരുസഭ നമ്മെ പ്രത്യേകമായി ഈ സംഭവമായി വിശേഷിച്ച് നമ്മെ പഠിപ്പിക്കുന്നത്.
മറിയത്തിന്റെ ആത്മസമർപ്പണം നസ്രത്തിലെ നിന്നയിൽ നിന്ന് ദൈവത്തിന്റെ അമ്മയാകുവാനുള്ള അവസരം അവർക്ക് നൽകുകയും മറിയത്തെ പോലെ ആത്മസമർപ്പണം ചെയ്യുവാനുള്ള ദൗത്യമാണ് ഓരോ വിശ്വാസിക്കും കർത്താവ് നൽകുന്നത്. നമ്മൾ ദുരിതത്തോടുകൂടി ഉദാശകൾ സ്നേഹിക്കുമ്പോൾ, അനേകർക്ക് നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോൾ, ഒരർത്ഥത്തിൽ ഓരോ വിശ്വാസിയും തന്നെ തന്നെ ദൈവസന്നിധിയിൽ ആത്മസമർപ്പണം ചെയ്യുകയാണ്. കൂടുതൽ വിശുദ്ധിയോടെ, കൂടുതൽ ഹൃദയത്തോടെ ആത്മസമർപ്പണം ചെയ്യുവാൻ ഈ തിരുനാളിന്റെ ആത്മീയത നമുക്ക് സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ, ഒരുക്കത്തോടെ, ഭക്തിയോടെ പരിശുദ്ധമായ ഈ കുർബാന ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതെല്ലാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളുടെ Never
വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും വളരെ അടുത്ത് പരിചയമുള്ള ഒരു സുവിശേഷ ഭാഗമാണ്. മറിയത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച മകരവാദത്തിന് ശേഷം നടക്കുന്ന ഒരു സംഭവം എന്ന രീതിയിലാണ് സുവിശേഷത്തിൽ തന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ മറിയം സന്ദർശിക്കുന്ന ഈ ഒരു ഭാഗം നമ്മൾ വായിച്ചു കേൾക്കുന്നത്. പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ട് തന്റെ ചാർച്ചക്കാരിയെ ശുശ്രൂഷ ചെയ്യുവാൻ കടന്നു പോകുന്നു എന്ന രീതിയിലാണ് ഈ വചനഭാഗം സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. മറിയത്തിന്റെ സാന്നിധ്യം എലിസബത്തിന്റെ ഭവനത്തിലും ദൈവാനുഗ്രഹത്തിന്റെ അടയാളമായി മാറിയെന്ന് ഈ വചനഭാഗം സ്ഥിരീകരിക്കുന്നത്. ആത്മാവാൽ നിറഞ്ഞ മറിയം ആ ഭവനത്തിൽ ചെന്നപ്പോൾ എലിസബത്തും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. എലിസബത്തിന്റെ ഉദരത്തിൽ സന്തോഷത്താൽ ശിശു കുതിച്ചുചാടി എന്ന് വചനം രേഖപ്പെടുത്തുന്നു.
ആത്മാവിനാൽ പറയുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യം ചുറ്റുമുള്ളവർക്ക് എന്ത് അനുഭവമാണ് നൽകുന്നത് എന്നതിനെ സ്ഥിരീകരിക്കാവുന്ന ഉദാഹരണം എന്ന രീതിയിലാണ് നമുക്ക് പറയുന്നതിന്റെ എലിസബത്തിലെ ഭവനത്തിലേക്കുള്ള ഈ യാത്രയെ കാണാൻ സാധിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷത്തിൽ നമ്മളായിരിക്കുമ്പോൾ മറിയത്തോട് ഓരോ വിശ്വാസിക്കും മാതൃകയാകുന്നു എന്ന് ധ്യാനിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഏറ്റവും ഉദാഹരണമായി നമുക്ക് എടുത്തു കാണിക്കാവുന്ന ഒരു സന്ദർഭമാണ് എലിസബത്തിന്റെ ഭവനത്തിലേക്ക് ആത്മാവിൽ നിന്ന് മറിയം കടന്നു ചെന്നു ആ ഭവനത്തെയും ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയ്ക്കുന്നു. ഓരോ വിശ്വാസിക്കും മാതൃകയാകാവുന്ന ആത്മീയ അനുഭവമാണ് എലിസബത്തിന്റെ ഈ ഭവനം വിശ്വാസികളായ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. നാം എല്ലാവരും സഭയാൽ നിലപ്പെടുന്നവരാണ്. ഒരു കൂടി ഉദാഹരണം സ്വീകരിച്ച് ഓരോ ദിവസവും ദൈവകൃപയാൽ വളർത്തുന്നവരാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഓരോ വ്യക്തിയിലേക്കും കർത്താവിന്റെ കൃപ നൽകുവാനുള്ള വലിയ ഉത്തരവാദിത്വം വിശ്വാസികളായ ഓരോ വ്യക്തിക്കുമുണ്ട്. അത് അതിന്റെ പൂർണ്ണതയിൽ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാനുള്ള സന്ദർഭം കൂടി ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട്. മറിയം അവിടെയാണ് വിശ്വാസികളായ ഓരോ വ്യക്തിക്കും വലിയ വെല്ലുവിളി നൽകുന്നത്. തിരുവചനഭാഗങ്ങളെ നമ്മൾ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ഓരോ വചനഭാഗവും വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികൾ നമുക്ക് നൽകുന്നുണ്ട്. വചനം ആവശ്യപ്പെടുന്ന വിശുദ്ധിയുടെ പൂർണ്ണത പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നാം ഇന്ന് നമുക്ക് ചുറ്റുമുള്ള ലോകത്തിലേക്ക് കടന്നുപോകുമ്പോൾ നമ്മൾ വായിക്കുന്ന, നമ്മൾ കേൾക്കുന്ന, നമ്മൾ കാണുന്ന ഓരോ വാർത്തകളിലേക്കും നമ്മൾ ശ്രദ്ധ പതിക്കുമ്പോൾ എത്രയോ വെല്ലുവിളികളുടെ ലോകത്താണ്, എത്രയോ വെല്ലുവിളികൾ നിറഞ്ഞ ലോകത്താണ്, എത്രയോ പ്രലോഭനങ്ങൾ നിറയുന്ന ഒരു ലോകത്തിലാണ് വിശ്വാസികളായ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. അവിടെയാണ് വിശ്വാസങ്ങൾ നയിക്കുന്ന ഓരോ വ്യക്തിയുടെയും പ്രസക്തി. ഞാൻ ഈ സമൂഹത്തിൽ ഒരു വിശ്വാസി എന്ന രീതിയിൽ എനിക്ക് എന്ത് നന്മ ചെയ്യുവാൻ സാധിക്കുന്നു? എത്ര വ്യക്തികൾക്ക് ദൈവികമായ നമ്മിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ പ്രാർത്ഥന അനുഭവങ്ങളിലൂടെ നമുക്ക് നൽകുവാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും വലിയ വെല്ലുവിളിയാണ് തിരുവചന ഭാഗങ്ങൾ വിശ്വാസികളായ നമുക്ക് നൽകുന്നത്. പ്രസിദ്ധനായ സവേഷ്യൻ വൈദികനായ ഫ്രാൻസിസ് കാരക്കാടച്ചൻ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു പുസ്തകത്തിൽ പ്രകാരം രേഖപ്പെടുത്തുന്നത് നമ്മുടെ ചെറിയ സംസ്ഥാനമായ കേരളത്തിൽ എത്രയോ ജ്ഞാനബോധനങ്ങളാണുള്ളത്, എത്രയോ തീർത്ഥാടന കേന്ദ്രങ്ങൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട്. പ്രാർത്ഥനായിട്ടുള്ള നൈപുണ്യത്തിന് എത്രയോ സമൂഹങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഒരാഴ്ചയിൽ ജ്ഞാനബോധനങ്ങളിലൂടെ കടന്നു പോകുന്ന തീർത്ഥാടന കേന്ദ്രങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടന്നു വരുന്ന ജനത്തിന്റെ മാഹില്യം പരിശോധിക്കുമ്പോൾ എത്രയോ നന്മകളിലൂടെ പ്രാർത്ഥന അനുഭവത്തിലൂടെയാണ് വിശ്വാസികൾ കടന്നു പോകുന്നത്. അത് ക്രൈസ്തവരായ വിശ്വാസികളാണ്, മറ്റ് മതസ്ഥരായ വിശ്വാസികളാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മൾ കാണുന്ന, കേൾക്കുന്ന, വായിക്കുന്ന അനേകം വാർത്തകൾ നന്മയേക്കാൾ അധികം തിന്മകളായി മാറ്റപ്പെടുന്നത്? ഈ ധ്യാനങ്ങളിലൂടെ, പ്രാർത്ഥനാലയങ്ങളിലൂടെ, തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെ കടന്നു പോകുന്ന വിശ്വാസികൾ നന്മയുടെ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ, ദൈവികമായ നയിക്കപ്പെടുന്നതെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം നമുക്ക് ചുറ്റും അനേകം തിന്മകൾ വളർന്നു വരുന്നത്? ഓരോ വിശ്വാസിയും ഓരോ ക്രൈസ്തവരും നിരന്തരം ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യം എത്രത്തോളം നന്മകളെ നമുക്ക് ലോകത്തിന് നൽകാൻ സാധിക്കുന്നു. പരിശുദ്ധമറിയം നിശ്ചയമായും അവിടെ നമുക്ക് വലിയ വെല്ലുവിളി നൽകുന്നുണ്ട്. മറിയം
തന്റെ പ്രിയസുരത്തിലേക്ക്, യഥാർത്ഥ വെളിച്ചത്തിലേക്ക്, യഥാർത്ഥ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക്, യഥാർത്ഥ നന്മയിലേക്ക് വിശ്വാസികളെ നയിക്കുവാൻ മറിയം അവിടെയൊക്കെ ഇടപെടുന്നു. അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് മറിയത്തിന്റെ പ്രത്യക്ഷപ്പെടലുകളും അവൾ നൽകുന്ന നിരന്തരമായി നൽകുന്ന സന്ദേശങ്ങളും. അത് സുവിശേഷമാകുന്നു. ആ വലിയ ബോധ്യം നമുക്ക് ലഭിക്കുന്നത് കാൽവരി കുരിശിൽ കർത്താവ് കിടന്നപ്പോൾ തന്നെ അന്വേഷിച്ചത് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് മറിയത്തെ നൽകുന്ന സംഭവമാണ് സുവിശേഷത്തിൽ വായിക്കുന്നത്. കാൽവരി മലയിലേക്ക് കയറിപ്പോയത് മിശിഹായുടെ മാത്രം അമ്മയായിരുന്നുവെങ്കിലും കാൽവരി മലയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ലോകത്തിന്റെ മുഴുവൻ അമ്മയാക്കപ്പെട്ട പരിശുദ്ധ കന്യകയാണ്. ആ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് മറിയം ഇന്നും അനേകരുടെ തന്റെ സാന്നിധ്യമായി, സംരക്ഷണമായി, സന്ദേശമായി കടന്നുവരുന്നത്. അങ്ങനെ നമ്മൾ ഈ പെരുന്നാൾ ആഘോഷത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ധ്യാനിക്കുമ്പോൾ മറിയത്തെ തിരിച്ചറിഞ്ഞ് അവരുടെ ആത്മീയതയിലൂടെ കർത്താവിലേക്ക് യാത്ര ചെയ്യുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അനേകം വിശുദ്ധരുടെ ജീവിത സാക്ഷികൾ ഉണ്ടായിരിക്കുമ്പോഴും അവരുടെ വിശ്വാസ ജീവിതത്തിന്, അവരുടെ വിശുദ്ധിക്ക് മറിയത്തിന്റെ സാന്നിധ്യം എത്രത്തോളം കരുത്ത് നൽകി എന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാനായ പരിശുദ്ധപിതാവ് ജോൺ പോൾ രണ്ടാമന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ മറിയത്തിന്റെ ആത്മീയതയാൽ വളരെയധികം അടുത്തു നിന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് പരിശുദ്ധപിതാവ് ജോൺ പോൾ പാപ്പായെ നമുക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹം തന്നെ തന്റെ ശുശ്രൂഷകളിൽ വിശേഷിപ്പിച്ചത് മറിയത്തിന്റെ നെഞ്ചോട് ചേർന്ന സാന്നിധ്യമാണ്. ജപമാലയിലൂടെ അദ്ദേഹം പറഞ്ഞത് എന്റെ നെഞ്ചോട് ചേർന്ന മറിയത്തിന്റെ സാന്നിധ്യമാണ് ജപമാല. അത്രത്തോളം മറിയത്തിന്റെ ആത്മീയതയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിത്വം. അതുപോലെ തന്നെ വിശുദ്ധനായ പാതിരിയുടെ ജീവിതം പരിശോധിക്കുമ്പോഴും മറിയത്തോട് അഗാധമായി ബന്ധപ്പെട്ട ഈ വിശുദ്ധനെ കാണുന്നത്. അങ്ങനെ നമുക്ക് പരിചയമുള്ള അനേകം വിശുദ്ധരുടെ ആത്മീയത പരിശോധിക്കുമ്പോൾ കർത്താവിലേക്കുള്ള അവരുടെ യാത്ര അത് മറിയത്തിലൂടെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. മറിയത്തിലൂടെ മിശിഹായിലേക്ക് യാത്ര ചെയ്യുന്ന വഴിയാണ് ഒരർത്ഥത്തിൽ ഓരോ വിശ്വാസിക്കും ലഭിച്ചിരിക്കുന്നത്. അത് പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ വിശ്വാസികളാവാം, ഓർത്തഡോക്സ് യാക്കോബായ സഭയിലെ വിശ്വാസികളാവാം. ഇവരുടെയൊക്കെ ആത്മീയത പരിശോധിക്കുമ്പോൾ മറിയത്തിലൂടെ മിശിഹായിലേക്കുള്ള അന്വേഷണമാണ് അവരുടെ ജീവിതമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ദേവാലയത്തിൽ കൂടി പരിശുദ്ധ പൗരോഹിത്യം പ്രദാനം ചെയ്യുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, മറിയത്തിലൂടെ മിശിഹായിലേക്ക് യാത്ര ചെയ്യുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കണമേ എന്ന്. മറിയം ആത്മാവിനാൽ നിറഞ്ഞ് എലിസബത്തിന്റെ ഭവനത്തെയും ആത്മാവിനാൽ നിറച്ചതുപോലെ തിരുവചനങ്ങളിലേക്ക് ധ്യാനിച്ച് നമ്മെ തന്നെ ശുദ്ധീകരിച്ച് അനേകരിലേക്ക് ആ വിശുദ്ധ നിർമ്മാണം നമുക്ക് കർത്താവ് നൽകണമേ എന്ന് നമുക്ക് ഈ ബലിയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇതിനായി പരിശുദ്ധ അമ്മയുടെ വാസനം ഓരോ നിമിഷവും നമുക്ക് ധ്യാനിക്കുകയും ചെയ്യാം. വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്യാഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ കാരണം കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് യാചിക്കാം. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാനും ഹൃദയങ്ങളെ സുഖപ്പെടുത്തുവാനും അവിടുന്ന് ലോകത്തിലേക്ക് വന്നതുപോലെ നമ്മുടെ ഈ കാലയളവിലും സകല അതിഥികൾക്കും അവിടുന്ന് രക്ഷപ്പെടാൻ ചെയ്യുമാറാകട്ടെ. പിതാവായ ദൈവമേ, തിരുസഭയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. തിരുസഭയെ നയിക്കാനായി അങ്ങ് നിയോഗിച്ചിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഞങ്ങളുടെ വിദ്യാഭ്യാസം പോരാടുന്ന സേവിക്കാനെയും എല്ലാ മിത്രന്മാരെയും വൈദികരെയും അങ്ങേ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു. തിരുസഭയെ നയിക്കാൻ ആവശ്യമായ ആയുസ്സും ആരോഗ്യവും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ വരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ
തുടർച്ചയായി നടത്തുന്ന സാമൂഹ്യവ്യവസ്ഥയും അവരുടെ അഭിലാഷങ്ങളെയും സമർപ്പിക്കുന്നു. അവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഫലസമൃദ്ധമാകുമെന്ന് എല്ലാ ആപത്തുകളിൽ നിന്നും അവരെ രക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാ യുവജനങ്ങളെയും കുഞ്ഞുമക്കളെയും പ്രത്യേകിച്ച് ഭവനങ്ങളിൽ നിന്ന് ദൂരസ്ഥലങ്ങളിൽ പോയി പഠിക്കുന്ന എല്ലാ മക്കളെയും നേരായ പാതയിൽ ചേർക്കുന്നതിനും എല്ലാ അപകടങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കുന്നതിനും തകവികൾ അവരെ സജ്ജരാക്കണമെന്ന് ഞാൻ ബുദ്ധി വിവേകം അറിവ് എന്നീ പുണ്യങ്ങളാൽ വളർത്തണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിർമ്മല ഹൃദയത്തിൽ ദൈവവും മനുഷ്യനുമായ സമർപ്പിക്കുവാനായ അങ്ങേ വിശ്വാസികളുടെ പ്രാർത്ഥനകൾ അങ്ങേ മുമ്പാകെ സമർപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ.
രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപകൽപ്പിതരായും നിർഭയം നമുക്ക് ഏൽപ്പിച്ചില്ല. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. Oh,
പരിശുദ്ധ ബലിയർപ്പണത്തിൽ പ്രാർത്ഥിച്ച് ബഹുമാനപ്പെട്ട ഡൈജു വെള്ളിന് പള്ളിയിലാണ് സേവനം ചെയ്ത വളരെ സ്നേഹത്തോടുകൂടി മുൻപ്രിയ തിരുനാളിൽ ഇന്നത്തെ വളരെ നല്ല വചന സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട ഡൈജു അച്ഛന് നന്ദി അറിയിക്കുകയാണ്. നാളെ രാവിലെ കുർബാനയുമായി വൈകുന്നേരം പരിശുദ്ധ ബലിയർപ്പണവും സായാഹ്ന പ്രാർത്ഥനയും അതിനുശേഷം ഭക്തിനിർഭരമായ പ്രദക്ഷിണവുമായി ഞായറാഴ്ച 6 മണിക്ക് കുർബാനയുണ്ടായി 9 മണിക്കാണ് ആഘോഷമായ തിരുനാൾ സമാപിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ച രഹസ്യങ്ങൾ ഞങ്ങൾക്ക് നീ കാരുണ്യം സദാ പ്രകടമാക്കണേ. അങ്ങേ പുത്രന്റെ സ്മരണ വിശ്വസ്ത മനസ്സോടെ ആഘോഷിക്കുന്ന ഞങ്ങൾക്ക് അവിടുത്തെ മനുഷ്യാവതാരത്താൽ രക്ഷിക്കപ്പെടുമാറാകണേ. എന്നെന്നും ജീവിച്ചു വാഴുന്ന ഈ പ്രാർത്ഥന Oh,
സ്നേഹത്തിൻ്റെ ആഴമേറിയ അടയാളമാണ്. തിരുവനന്തപുരം കർത്താവിനെ ക്രിസ്തുവിനെ ക്ഷണിക്കുമ്പോഴും അവിടുന്ന് ഓരോ അടയാളങ്ങൾ നൽകുമ്പോഴും അവിടുന്ന് വാക്കുകൾ പ്രസംഗിക്കുമ്പോഴും അവിടെയൊക്കെ നിറയുന്ന അവിടുത്തെ ആഴമേറിയ സ്നേഹത്തിൻ്റെ സാന്നിധ്യമാണ്. അവിടുന്ന് നൽകിയ കൽപ്പനകൾ പരിശോധിക്കുമ്പോഴും അത് സ്നേഹത്തിൻ്റെ അടയാളങ്ങൾ നിറയുന്ന വലിയ ആഹ്വാനമാണ്. നീ ദൈവത്തെ സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും. ദിവികാരുണ്യം നമ്മുടെ മധ്യേ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമുക്കും സ്നേഹത്തെ പറ്റി തന്നെ ചിന്തിക്കാം. ദൈവത്തെ സ്നേഹിക്കുവാൻ മറന്നുപോയ നിമിഷമെങ്കിൽ നമുക്ക് പാപിയാണ് ചെയ്യാം. നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളെ സ്നേഹിക്കുവാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാപിയാണ് ചെയ്യാം. അവിടുത്തെ സ്നേഹത്തിന്റെ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബ ബന്ധങ്ങളിൽ സ്നേഹം നഷ്ടപ്പെട്ടുപോയ നിമിഷങ്ങളെ നമുക്ക് ഓർത്തെടുക്കാം. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ, ഭാര്യയും ഭർത്താവുമായുള്ള ബന്ധത്തിൽ, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ, സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധത്തിൽ, നമുക്ക് ചുറ്റുമുള്ള ഓരോ വ്യക്തികളിലേക്കും സ്നേഹം നൽകുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് വിശുദ്ധമായ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കാം. തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവിന്റെ ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ വ്യത്യസ്തങ്ങളായ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകമായി നാളെ പുതുതായി അവതരിക്കപ്പെടുന്ന കർദിനാൾ പുസ്തകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വയനാട്ടിൽ നിന്നും കർദിനാൾ പദവിയിൽ ഉയർത്തപ്പെടുന്ന അഭിനന്ദനായ ജോർജ് കൂവക്കാട് പിതാവിന് വേണ്ടി നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ ഓരോ മേഖലകളിലായിരുന്ന പ്രവർത്തനങ്ങളെ പരിഗണിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവരുടെയൊക്കെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും കർത്താവിന്റെ സ്നേഹം നിറഞ്ഞുപോകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തെ നയിക്കുന്ന പിതാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അച്ചകടത്തെ നന്മയുടെ നീതിയുടെ മാർഗം നയിക്കുന്ന പ്രവർത്തനങ്ങളെ വേണ്ടി പ്രാർത്ഥിക്കാം. അഭിനന്ദനായ സ്ഥാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശുശ്രൂഷ നിശബ്ദമായി സേവനം ചെയ്യുന്ന വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി ഇടവകയെ നയിക്കുന്ന ബഹുമാന്യനായ വേണ്ടി ദൈവത്തിന്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി ചെയ്യാം. നമ്മുടെ ഇടവകയിൽ സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട സന്യാസികൾക്ക് വേണ്ടി, ഇവിടെ ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി, തൊഴിൽ മേഖലകൾക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഏറെ പ്രത്യേകമായി രോഗാവസ്ഥയെ കഴിയുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷ മാർഗങ്ങളിൽ ആരൊക്കെ വലിയ ബോധ്യത്തോടെ വിശ്വാസത്തോടെ കർത്താവിനെ നേടിയിരുന്നോ അവർക്കൊക്കെ അവരുടെ ആത്മീയതയിൽ പങ്കുചേരാൻ സാധിച്ചു. അനേകം
പരിശുദ്ധ
Hallelujah.